ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല നാടൻ രീതിയിൽ കുരുമുളകിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറ്, പൊറോട്ട, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു 1/2 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. ഈ ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുരുമുളക് ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമ്മൾ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടല്ല ചേർത്തിരിക്കുന്നത്, ചെറിയ രീതിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് ചേർക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർക്കുക കേട്ടോ, കൂടുതൽ നല്ലത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഗരം മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ ചേർത്താലും മതി. പിന്നെ അത്യാവശ്യം എരിവുള്ള ഒരു 3 പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ സ്ലൈസസ് ആക്കിയത്, 1 തണ്ട് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തത്. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ അവസാനമായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം മതിയാവും ബീഫ് വേവാൻ. അപ്പോൾ വേറെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ വിസിലിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോ കുക്കറിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 8-10 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നാളികേരക്കൊത്തൊക്കെ ചേർക്കാം. നമ്മളിതിൻ്റെ മുൻപിട്ടിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പീസിലൊക്കെ നാളികേരക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഈ സമയത്ത് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കണം. അപ്പോൾ ഒരു 2 സവാള അതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഈ സവാള ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നാൽ നമുക്ക് ഈ സവാളയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. എരിവിനായിട്ട് ഇനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക. ഇനി ഈ പൊടികളിലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ അതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അതിനുശേഷം ഈ തക്കാളി നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടിയിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ മസാലയും ബീഫും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് നമ്മളതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെ അളവ് എന്ന് പറയുമ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലും മേലെയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് എണ്ണ തെളിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയായി. ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല, ഈ ഒരു രീതിയിലാണ് ഉള്ളത്.
അപ്പോൾ ഇനിയും ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി തുറന്ന് വെച്ചിട്ട് വരട്ടിയെടുത്താൽ മതി. നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റിൻ്റെയും മട്ടൻ റോസ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും റെസിപ്പീസ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീഫ് റോസ്റ്റും നമുക്ക് ചോറിൻ്റെയും പൊറോട്ടയുടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്